കുറച്ചു വർഷങ്ങളായി ഈ ആനയുടെ മേളിലേക്ക് ഇക്ക കേറിയിട്ട് ഇല്ലേറ്റാ. ഇന്ന് നമ്മൾ ഇക്കാനെ കേറ്റാൻ പോകണം. ആ കേറി കഴിയുമ്പോ ഇത്തായും കൂടെ കേറും. ആനക്കൊന്നും ഈ നമ്മുടെ ഈ മുസ്ലിം പേരുകൾ കൊടുക്കല്ല. ഒന്നിലും ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു അങ്ങനത്തെ പേരുകളാ. അതെന്താണ് അങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഏതിലെ വേണമെങ്കിലും ഇതിന്റെ മേളിലേക്ക് കയറാം. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ല് ഗഫൂർക്കാണ് ഈ നിൽക്കുന്നത്. ഈ ഗഫൂർക്കയുടെ പ്രായത്തിലുള്ള ഒരാളുണ്ട്. ബാപ്പ കൊണ്ടുവന്ന് കൊടുത്താണല്ലേ, സ്വന്തം ബാപ്പ ചെറുപ്പത്തില് മകന് കൊണ്ടുവന്ന് കൊടുത്തൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് തീറ്റയൊക്കെ വെച്ചിട്ട് നല്ല എന്ത് പഴം, ഏത്തപ്പഴമാണോ ഈ നിൽക്കുന്നത്? കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ആരാ? വൈഫാണ്, സ്വന്തം വൈഫാണ്. എന്തായാലും നമ്മുടെ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ലേ ഇത്? അവനൊന്ന് വിളിച്ചേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ വാ, കണ്ടില്ലേ? ഇവിടെ എന്റെ അടുത്തല്ല ഗഫൂർക്കാടെ സ്വന്തം എന്താണിത്? ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ മതി. മോൻ തന്നെയാണല്ലേ? അത് ശരി. എടാ അങ്ങോട്ട് ഒഴിച്ചില്ല. ഇക്കാക്ക് ഏകദേശം നല്ല ഇക്കാടെ പ്രായം തന്നെ ഉണ്ട്. ഞാൻ വന്നിട്ട് 35 കൊല്ലായി. അപ്പൊ ഈ ആന ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ ആനക്കാരൻ തന്നെയാണോ ഈ കാന കെട്ടിയത്? ഞാൻ വരുമ്പോ ഇട്ടാനെ കെട്ടിയത് അന്ന് ഉപ്പയുടെ കയ്യിലായിരുന്നു ആന. ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കൊമ്പനെയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത്. അല്ല, പിടിയാനായിരുന്നു ആദ്യം പിടിയാനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊമ്പൻ വരുന്നത്. ഇതെന്തിനാ കൊണ്ടുവന്നത് ഈ കൊമ്പനെ? ഞങ്ങൾക്ക് തടിമല്ലിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. എത്രാമത്തെ വയസ്സിൽ ഇവനെ കൊണ്ടുവന്നത്? ഇവൻ ഏതാണ്ട് ഒരു 10-14-15 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. ഈ 14-15 എന്ന് പറഞ്ഞാൽ നല്ല കുറുമ്പായിരിക്കും. കുറുമ്പുണ്ടായില്ലെന്ന്. കുറുമ്പ് ഇവന്റെ ഒരു ആനയുടേതായ കുറുമ്പ് ഇവനില്ല. അതെ, സത്യത്തിൽ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവന് അങ്ങനെ ചാട്ടുവട്ടങ്ങളൊന്നുമില്ല. പൂരങ്ങൾക്കായാലും ഉത്സവങ്ങൾക്കായാലും പോയാലും ഒക്കെ വളരെ ശാന്തമായിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്ത് പോരുക. അതൊക്കെ എടുത്തോളും. അതേപോലെ അവന്റെ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വളരെ ശാന്തനാണ്. വേറെ ഒരു കലാപവും ഇല്ല. ഇത് ഇന്നേ വരെ പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ ഒരു കലാപവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു അവിടെ എത്ര പ്രാവശ്യം വരും ഈ വീടിന്റെ മുറ്റത്ത്? 2 പ്രാവശ്യം മിനിമം. രാവിലെ വരും, അവല് ഒക്കെ കഴിച്ചിട്ട് പോവും, കുളിപ്പിക്കൽ കാര്യങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞ് വൈകുന്നേരം ചോറിനാൻ വേണ്ടി വരും. അന്നേരം കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ തറവാട്ട് പറമ്പിലാണ് കൊണ്ട് നിർത്തുന്നത്. അത് അതിന്റെ ഒരു ഓഹരി അവന് വേണം. അത് അവിടെ പുട്ടും പഴവും, പുട്ടും കടല, പുട്ടും പയറ്, അതൊക്കെ നിർബന്ധമാണ് മൂപ്പർക്ക്. അതെ നമ്മൾ അത് ചോദിക്കും. അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവനുള്ളതും കൂടെ ചോദിക്കും. അത് ഇവന് കൊടുക്കുന്ന അവല് കഴിഞ്ഞാൽ കൂടി ഇവന്റെ നാസ്തയുണ്ട്. നമ്മൾ കഴിക്കുന്നതിൽ ഒരു ഓഹരി അവനുണ്ട്. അവിടെ അതെ ഇക്കാനെ പോലെ തന്നെ ഇഷ്ടാണോ ഉണ്ണികൃഷ്ണനെ? അതെല്ലേ? ഇക്കാക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണനോട്? അത് എന്താണ് എനിക്ക് പറയാൻ പറ്റൂല. അത്രയും അങ്ങനെ ആലോചിച്ചാണോ ഇക്കാടെ തലയിലെ മുടി പോയത്? സത്യം പറ. ആയിരിക്കാം. അല്ല, ഇക്ക കാണുമ്പോ ഇക്കാക്ക് തലയിൽ നിറച്ച് മുടി ഉണ്ടായി? ഉണ്ടായി. അന്ന് ഇപ്പൊ തന്നെ ഇക്ക നല്ല സുന്ദരനാണ്. ബുള്ളറ്റുമ്മയൊക്കെ നടക്കണം. ഞാൻ നോക്കിയപ്പോ ബുള്ളറ്റുമ്മയൊക്കെ വരണേണ്ടത്. അന്ന് ഇത്താനൊക്കെ ഇറക്കാൻ വന്നത് ബുള്ളറ്റുമ്മയാണോ? അന്ന് ജീപ്പിലാണ് വന്നത്. അന്നൊക്കെ ഒരു ജീപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. സ്വപ്നം 35 കൊല്ലം മുമ്പ് ജീപ്പിലാണ് എന്നെ കാണാൻ. അതിൽ ഇത്ത വീണുപോയി. അവരുപ്പേ ഉമ്പേ ഇക്കൊക്കെ കൂടെ ജീപ്പിലാണ്. സെറ്റ് ഇറങ്ങിയിടാൻ അന്നല്ലേ. ഇപ്പൊ കൊഴപ്പില്ല. ഇപ്പൊ ഈ ആനനെ കാണാണ്ട് നമ്മളോട് വിഷമം ഉണ്ടല്ലേ? ഒരു ഉത്സവത്തിന് പോയി എന്നൊക്കെ അറിയുമ്പോ വീട്ടിലൊരു അംഗം തന്നെയാണ്. അത്ര ഒരു മാനസിക അടുപ്പം നമുക്ക് ഇതിനോട് ഇപ്പൊ ഉണ്ട്. ആന റിവേഴ്സ് എങ്ങനെ പോണേന്നാണ് കേട്ടാ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആനനെ കുറച്ച് ഇറക്കി നിർത്താമാണ്. എന്തായാലും പറയണത്? സെറ്റ് എന്ന് പറഞ്ഞ ആന പോണണ്ട ബാക്കിലേക്ക്. ഇത് നമ്മള് പറഞ്ഞാ പോവൂല. പാപ്പാൻ തന്നെ പറയണം അല്ലേ? വെയിലാണ്. വെയിൽ ആനക്ക് ഇഷ്ടാണോ? ഇഷ്ടമാണ്. ഈ വെയിൽ ഇഷ്ടമാണ്. ആനക്ക് തീറ്റ കൊടുത്തായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. അതിന്റെ ഇടയിൽ കൂടെ കഴിച്ചു കൃഷ്ണൻ. ഈ 5 മണിയാവുമ്പോ ചോറ് കൊടുക്കും. 2 വർഷങ്ങളായി ഈ ആനയുടെ മേളിലേക്ക് ഇക്ക കേറിയിട്ട് ഇല്ലേത്താ. ഇന്ന് നമ്മൾ ഇക്കാനെ കേറ്റാൻ പോവാണ്. ആ കേറി കഴിയുമ്പോ ഇത്തായും കൂടെ കേറൂലേ? കേട്ടിട്ടുണ്ടാ?
പാപ്പന്മാരോട് ചോദിച്ചാ ഇത്താനെ കേട്ടിട്ടുണ്ടോ വേണ്ടേ? അപ്പൊ ഇത്താനെ ഇനി കേറിയില്ലെങ്കിൽ നമ്മള് പൊക്കി കേട്ടു. അപ്പൊ ആദ്യം ഇക്ക കേറിട്ടെ. ഇക്ക കേറിക്കോ. ഇതാർക്കാ ഫോൺ ചെയ്തോണ്ടിരിക്കണേ? മോനെ വിളിച്ചാണ്. ഈ ഇക്കാടെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ ആനയോട് എങ്ങനെയായിരുന്നു? ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് ആന ഇവിടെ അവിടെയാണ് പണിക്കിയത്. ആന തറവാട്ടിലേക്ക് വരുമ്പോഴത്തേനും ഉമ്മ അതിനുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് നിൽക്കും. ഏറ്റവും വിഷമം മരിച്ചിട്ട് തറവാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കേറാൻ പറ്റില്ലടാ. അത് ഭയങ്കര ഒരു അവസ്ഥ. ആന കണ്ടില്ലല്ലോ. ഇവിടെ ആന പൊക്കി കിട്ടിയാൽ മതി. അവിടെ കിട്ടെ തിരിച്ചു കയറാം. പുറത്ത് കടയിൽ നിന്ന് കട്ടിയിട്ടാ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടുന്ന് പൊക്കിയാലും നമുക്ക് നേരെ അങ്ങനെ കയറാം. ആനക്കുള്ള സാധനങ്ങളായിട്ടൊക്കെ നിൽക്കും. പഴവും. പക്ഷേ ആനക്കും വിഷമായി നമുക്കും വിഷമായി. പിന്നെ ഇക്ക സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നോക്കി കേറിയാ മതി. പുറത്ത് കയറാൻ മറന്നിട്ടില്ല. ഇല്ല ഇല്ല അല്ലേ? എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? കുഴപ്പമൊന്നുമില്ല. കുറെ നാളായല്ലേ കേറിയിട്ട്. ആനക്കും 4 കൊല്ലമായി ഇപ്പൊ ആനക്കും ഇക്കാക്കും ഒറ്റ പ്രായാണ്. അതുപോലെ ഒറ്റ ദിവസമാണ് ബർത്ത്ഡേ. അതെ അല്ലേ? നിങ്ങളിപ്പോ രണ്ടിന്റെയും ബർത്ത്ഡേ ഒരുമിച്ചാണ് ആഘോഷിക്കണേ. പൂരപ്പറമ്പിൽ വെച്ചിട്ടായിരുന്നു ആഘോഷം ബർത്ത്ഡേ. കേക്ക് മുറിച്ചു. ഇക്ക പാട്ടൊക്കെ പാടുവാ? ഇല്ല ഇത്തേ പാടൂല. ഈ പ്രാവശ്യം ഞങ്ങള് കേക്ക് മുറിപ്പിക്കും അല്ലെ വിഷ്ണു? ആനയുടെ അടുത്ത് വെച്ച് ഇത്തവണയും ബർത്ത്ഡേ ആഘോഷിക്കും. അത് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ നമ്മളും വരും. അതെ വരൂലേ? അപ്പൊ ഒരു കേക്ക് കിട്ടും ഫ്രീ ആയിട്ട്. 2 കേക്ക് മേടിച്ച കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം 2 കേക്ക് മേടിക്കും. ഒരെണ്ണം ആനക്കും ഒരെണ്ണം ഇക്കാക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇത് വീടിന്റെ ഗേറ്റ് ആണ്. ആരുണ്ടായാലും ഇല്ലെങ്കിലും ഈ ഗേറ്റിലേക്ക് ആന കേറിപ്പോരും എന്നുള്ളതാണ്. വാ. പാപ്പാനും വേണ്ട ആരും വേണ്ട അല്ലേ? ആരും വേണ്ട. മുന്നോട്ട് വരുമ്പോ അതാ ഇവൻ ഇങ്ങോട്ട് കേറിപ്പോന്നുള്ളൂ. ആ വീട് സ്ഥിരം 2 നേരം വരും. 2 നേരമല്ലേ വന്നെ? അതെ അവിടെ ഇത്ത ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആ ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും. സെറ്റ് വിടാ നമ്മുടെ കാർമയുള്ള അതൊക്കെ കണ്ട് അതാ തൊട്ട് ഇന്ന മുതൽ അവിടെ ഉണ്ടെന്നുള്ള മനസ്സിലായി. ഇവിടെ കയറി അടുത്തേക്ക് ഇവിടെ കയറി അടുത്ത് സെറ്റ് അങ്ങോട്ട് പോട്ടെ. അവിടെ കൈ അവിടെ കെട്ടിക്ക. അതൊക്കെ പിടിച്ചോളൂ. ഒന്ന് പിടിച്ചടാ നോക്കട്ടെ. ഒന്ന് പീര് പിടിച്ചടാ. ശബ്ദമൊക്കെ ഉണ്ടാക്കുക. വിളിപ്പിച്ചേ ശബ്ദം ഉണ്ടാക്കാൻ പോണ്ടാ. അതാണ് ഇതാണ് വിളിപ്പിക്കാതെ. എനിക്ക് അമ്പലത്തിൽ തൊഴുതു വരുമ്പോ ഈ വിളിക്കുന്നത് ഭക്തർക്കൊക്കെ വലിയ അനുഗ്രഹമാണിത്, ആശ്വാസമാണ്. കാരണം അവൻ വിളിക്കും ശരിക്കും. മറ്റുള്ള ആനകൾ ഇതേപോലെ ഫൂഫു എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ പോകുന്നവരുണ്ട്. ഇവൻ ശരിയായ രീതിയിൽ വിളിക്കും. അത് വലിയൊരു എന്താ പറയാ, ആനോട് വലിയ താല്പര്യമാണ്. അത് ആ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ തൊഴുത് കരഞ്ഞ് വിളിക്കുന്ന പോലെ തന്നെ ആന നേരെ അമ്പലത്തിൽ ആ ആദരവോടുകൂടി തന്നെ വിളിക്കും. അത് 3 പ്രാവശ്യം വിളിപ്പിക്കാൻ വേണ്ടി വിളിപ്പിക്കും. എല്ലാ നടയിലൂടെയും കയറാൻ പറ്റും, ബാക്കിലൂടെയും ഫ്രണ്ടിലൂടെയും കൊമ്പിന്റെ അതിൽ കൂടെ വരെ എല്ലാം കയറാം. പരിചയസമ്പന്നരായിക്ക് കയറാം. അതെ, അല്ലാത്തവർക്ക് പറ്റൂല. പരിചയമുള്ളവർക്ക് കയറാം. ഇനി ഇവന്റെ മേളിൽ കയറാൻ വേണ്ടിട്ടാ കേരളുണ്ട്. ഫ്രണ്ടിൽ കൂടെ ഏതില് വേണമെങ്കിലും ഇവന്റെ മേളിലേക്ക് കയറാം. അത്ര അനുസരണയാണ്. അതെ, പാപ്പാനും അനുസരണ ഉണ്ടോക്കാ? അതെ പിന്നെ പാപ്പാമാരൊക്കെ അടിപൊളിയാണ്. കുഴപ്പമൊന്നുമില്ല. ഇവൻ പറഞ്ഞേക്കണേ 6 മാസം കൊണ്ട് 1ാം പാപ്പാനാവൂന്നാണ് പറഞ്ഞേക്കണേ. ഇവൻ അങ്ങനെ ആവട്ടെ അല്ലേ? 2 കമ്മല ഇട്ടേക്കണേ. ഇനി ഇവൻ പാപ്പാനാവുമ്പോ എത്ര കടുക്കനിടും? 2 മതിയല്ലേ? അതെന്തായാലും ഇവൻ അടിപൊളി. ഇവൻ പാപ്പാനാവട്ടെ. ഇവൻ പാപ്പാനായി കഴിഞ്ഞാ വിഷ്ണു, ഇവൻ പാപ്പാനായി കഴിഞ്ഞാൽ ആ പാപ്പാന്റെയും ആ ആനയുടെയും വീഡിയോ നമ്മൾ എടുക്കൂലേ? കസറും അത് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആനയുടെ പാപ്പാനാവട്ടെ. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഇച്ചിരി ആരോഗ്യമൊക്കെ വയ്ക്കണം, നന്നായിട്ട് കഴിക്കണം. ചോറ് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഒരു ഉരുള, നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു ഉരുള. ഈ ഗഫൂർ കടയൊക്കെ പോലെ ആവണം. 1ാം പാപ്പാനെ കണ്ടില്ലേ? അതുപോലെ ആവണം. ആവൂലേ? നീ വന്നില്ലേ? അത് വരും കഴിച്ചാൽ മതി. ആത്മാർത്ഥമായിട്ട് കഴിക്കാം. അപ്പൊ കുഴപ്പമില്ല.
വേറെ കുഴപ്പമൊന്നുമില്ല നിനക്ക്? നമുക്ക് ഭക്ഷണം കൊടുക്കണ കാര്യത്തിൽ യാതൊരു അതൊക്കെ ഉമ്മേനെ കൊടുത്ത കാര്യങ്ങൾ അത് ഇവൻ കഴിക്കാൻ ഇച്ചിരി കുറവാ. എന്താ നീ കഴിക്കാത്തെ? കഴിക്കാത്ത ഉള്ളിലെന്തോ വിഷമം കഴിക്കാത്താണ് ആ. കഴിക്കാത്തതാണ് അവന് പക്ഷേ വിഷമം. ഉള്ളിൽ എന്തോ വിഷമം കിടക്കുന്നു. അതാണ് അല്ലേ? ഉണ്ടോ? ഉള്ളിൽ എന്തോ ഉണ്ട്. ഉണ്ടോ വിഷ്ണു? ഉള്ളിൽ എന്തോ ഉണ്ട്, നോക്കട്ടെ. അയ്യോ ദേ ഇവന്റെയും ഇത് കുത്തിയിട്ടുണ്ടല്ലോ. ഇതെന്താ കുത്തിയിട്ടേക്കണേ? അമ്മയും മോനാണത്. അമ്മയും മോനും ആ നെഞ്ചത്തിരിപ്പുണ്ട്. ഇതേ നോക്കിയേ, കണ്ടിരുന്നോ? അമ്മയും മോനും നല്ല അടിപൊളിയാണ് കേട്ടാ. എന്റെ ഉള്ളിൽ എന്തോ വിഷമമുണ്ട്. എനിക്കത് മനസ്സ് മുഖത്ത് നോക്കുമ്പോ അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും അടുത്ത എവിടെയെങ്കിലും അത് മാറ്റാൻ വരും. അതെ, നമുക്ക് കസറണം ഉഷാറാക്കണം നമുക്ക്. കൈ അവിടെ കെട്ടിയവൻ അപ്പൊ കെട്ടിക്കോളും. ഏലസ് വല്ല മന്ത്രിച്ചിട്ടേക്കണയാണോ? അത് മുന്തിരിച്ചിട്ടാണ്. ഉണ്ണികൃഷ്ണനാണെന്ന പേര് ചെറുപ്പത്തിൽ വന്നാണ്. എന്താ പിന്നെ ഈ ആനക്കൊന്നു ഈ നമ്മുടെ ഈ മുസ്ലിം പേരുകൾ കൊടുക്കല്ല? ഒന്നിലും ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു അങ്ങനത്തെ പേരുകളാ. അതെന്താണ് അതങ്ങനെ കൊടുക്കാതെ? നമ്മളെ അത് പൊതുവെ ഓരോ ഇതില് വരുന്ന നമ്മൾക്ക് ആനക്ക് നേരത്തെ ഉണ്ണികൃഷ്ണൻ തന്നെ ആയിരുന്നു പേര്. ആ പേര് തന്നെ നമ്മൾ തുടർന്നു കൊണ്ടുവന്ന ആൾക്കാർ. എന്താ പറയുക, ആദ്യത്തെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നിരുന്നില്ല അമ്പലത്തിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ പേര് വിളിക്കലാണ് ചെയ്യുക. ആ പേര് വിളിക്കൽ നമുക്ക് കുട്ടികൾക്ക് പേര് വിളിക്കും പോലെ തന്നെ ആനകൾക്കും പേര് വിളിക്കും. അമ്പലത്തിൽ കൊണ്ടിട്ട് പേര് വിളിക്കും. ഇപ്പൊ ബറാനി ഉണ്ടായിരുന്നു, അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കാര്യമായ പൂരങ്ങൾക്കൊന്നും കൊണ്ടുപോകില്ലായിരുന്നു. അതിന് പൂരത്തിൽ കൊണ്ടുപോകാനുള്ള പണ്ട് കാലത്ത് ആന ഉത്സവങ്ങൾക്കല്ല, നിങ്ങൾക്ക് ശരിക്കും പണ്ട് കാലത്ത് ആന വരുമേ എന്തിനു വേണ്ടി വന്നത്? നമ്മൾ മില്ലിലത്തെ ആവശ്യം തടി ലോട്ട് ചെയ്യാനായിട്ടും തടി വലിക്കാനും തടിയുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് വളരെ ഇഷ്ടവുമാണ്. തടിയുടെ പണി എന്ന് വെച്ചാൽ 1 ഇഞ്ച് വരെ കറക്റ്റ് നമ്മളിപ്പോൾ എന്താ പറയുക, തള്ളി വെക്കുക ലോട്ട് ചെയ്തൊക്കെ വെക്കാനായിട്ട് 1 ഇഞ്ചിൻ്റെ വലിപ്പം വരെയും ആന കൃത്യമായിട്ട് കറക്റ്റായിട്ട് വെക്കും. അവന് കാലറിയുന്ന ആൾ മേളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന പറഞ്ഞു കൊടുക്കും, മോനെ അങ്ങനെയല്ല ഇങ്ങനെയാണ്. മേലിലെ ആള് കയറി നിന്നിട്ട് അത് പുഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മില്ലിന്റെ ബാക്കില് പുഴയുടെ കടവാ. ഈ കടവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലത്തെ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെ ഈ തടികൾ ചെറിയ ചെറിയ മരങ്ങൾ നമ്മുടെ നാട്ടുമരങ്ങളും കാര്യങ്ങളൊക്കെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയിൽ വള്ളത്തിൽ കെട്ടി വെച്ചിട്ട് വരും. ഒരു വെള്ളത്തിൽ തന്നെ അതിന്റെ പടിയുമ്മിൽ നേരെ കയറിട്ട് കെട്ടിയിട്ട് നേരെ തമ്മിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് ഉണ്ടാവില്ല. വെള്ളത്തിൽ കൂടെ നേരെ ഈസി ആയിട്ട് നേരെ പോരും. അപ്പൊ ഇത് മില്ലിന്റെ കടവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വെയിറ്റ് ആയി. അപ്പോൾ ഈ സാധനം വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊന്നും ഒതുങ്ങൂല. ഇത് സ്ലിപ്പാവും. അതുപോലെ ഈ ചെളിയും വെള്ളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രീസ് പരുവത്തിലാവും. അപ്പോൾ ഈ സാധനം വഴുതി പോകുമ്പോൾ കൈയും കാലം കൊടിയാനുള്ള സാധ്യത. അപ്പോൾ ആനയ്ക്ക് നേരെ കയറിട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വലിച്ചു കയറ്റും. അതിനാണ് ആനയുടെ പണി. അതെ, അതേപോലെ ഇപ്പം മില്ലും പണിയൊന്നുമില്ല. അതേപോലെ മില്ലിലത്തെ തന്നെ തടികൾ നമുക്ക് ലോട്ട് ചെയ്യാനായിട്ട് അത് നേരെ എന്താണ് പറയുക, അടിയിൽ പടുങ്ങ് വെച്ച് അട്ടിയിടാനും അതേപോലെ ഒതുക്കി വെക്കാനൊക്കെ ആയിട്ടൊക്കെ നമ്മൾ നേരെ ഉപയോഗിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടും ആനകൾ ഉപയോഗിക്കും. കറക്റ്റാ. കണ്ണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് മാറൂല. നമ്മള് ആള് നിന്ന് ചെയ്യുന്നതിനേക്കാളും നീറ്റായിട്ട് അവൻ ചെയ്യും. ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പിണക്കം അങ്ങനത്തെ ഒരു അലോഗ്യം അവനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. അത് വരും. കൊടുങ്ങല്ലൂര് പുല്ലൂട്ടാണ് മില്ലായിരുന്നു. അതെ ഉണ്ണികൃഷ്ണൻ പുല്ലൂട്ട്. അതെ പുല്ലു. ആ നാടിന്റെ പേര് അല്ലാണ്ട് എന്റെ വീട്ടിൽ പേരോ മറ്റൊന്നുമല്ല ഈ പറഞ്ഞ പുല്ലൂട്ട് എന്ന് പറഞ്ഞാലും. അതാ മില്ല് ഉണ്ടായിരുന്നപ്പോ അവിടെയാണ് ആനയുടെ സ്ഥലം. അങ്ങനെ ആ നാട്ടില് ഒന്ന് അറിയപ്പെട്ടു വന്നതാണ് ആ പേര്. ഇത് ബീഹാറാനാണ്. അപ്പൊ ഇത് എത്ര അടി ഹൈറ്റ് ഉണ്ടാവും? ഇത് 9.5 മേലുണ്ട്. 9.5 അടിക്ക് മേലുണ്ട്. അതായത് വലിയ ആനയാണെന്നാണ്. അത്യാവശ്യം 3-5 ആനയ്ക്കൊക്കെ എഴുന്നള്ളിപ്പാന വരെ ആയിട്ട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. 5 ആനയ്ക്ക് വരെ എഴുന്നള്ളിപ്പിന് പോയിട്ടുള്ള ആനകളാണ്. 5 ആനയുടെ നടുവിൽ നിൽക്കുന്ന എഴുന്നള്ളിപ്പാനായിട്ട് പോയിട്ടുള്ളതാണ്. തിടമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് പൂരങ്ങൾക്ക് തിടമ്പേറ്റിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയാം, ആനപ്രേമികൾക്ക് അറിയാം. പിന്നെ മറ്റേ തൃശ്ശൂർ നാട്ടിലത്തെ വലിയ വലിയ പൂരങ്ങൾ, ആറാട്ടുപുഴ, തൃശ്ശൂർ പൂരം, അതേപോലെ തന്നെ പെരുമനം, അങ്ങനത്തെ ഒരു പൂരങ്ങളെല്ലാം സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നിട്ടുണ്ട്.